നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 25-ാം വാക്യം. നിന്റെ അപ്പനും അമ്മയും സന്തോഷിക്കട്ടെ, നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. ഏറ്റവും പ്രിയമുള്ളവരെ, ഈ വചനം നമ്മളോട് പറയുന്നത് വലിയൊരു കാര്യമാണ്, വലിയൊരു സന്ദേശമാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും മാതാപിതാക്കളെ സ്നേഹിക്കുവാനും അവരോട് കരുതൽ കാണിക്കുവാനും കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥത ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് അഭിമാനത്തോടെ പറയാൻ ഉതകുന്ന രീതിയിലുള്ളതായിരിക്കണം. നിന്റെ അപ്പനും അമ്മയും സന്തോഷിക്കട്ടെ എന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ എന്നും വചനം നമ്മളോട് പറയുന്നുണ്ട്. മാതാപിതാക്കൾ നമ്മെ പ്രതി അഭിമാനിക്കുവാനും നമ്മെ പ്രതി സന്തോഷിക്കുവാനും ആനന്ദത്തോടെ നമ്മെ നോക്കുവാനും അവർക്ക് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയൊരു അനുഗ്രഹമാണ്. മാതാപിതാക്കൾക്ക് അഭിമാനവും സന്തോഷവും നൽകുന്ന മക്കളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മെ വേട്ടയാടുന്നുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും ആ തെറ്റുകളുടെ ചുഴിയിലേക്ക് നമ്മളും അകപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ അവിടെയൊക്കെയും എൻ്റെ മാതാപിതാക്കളുടെ പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിപ്പിക്കുവാൻ തക്ക വിധത്തിൽ ഞാൻ ഉയർന്നു വരണമെന്ന തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നന്മകളിലേക്ക് മാത്രം നോട്ടം എറിയുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അതിലൂടെ പ്രകീർത്തിക്കപ്പെടുന്നത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. കണ്ടില്ലേ, ആ അപ്പനും അമ്മയും മക്കളെ എങ്ങനെ വളർത്തുന്നുവെന്ന്. അതെ, അതിന് സദൃശ്യമായി, തിരുകുടുംബ സദൃശ്യമായി ജീവിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. അപ്പൻ്റെയും അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി തീരുവാൻ, പ്രിയപ്പെട്ട മക്കളുടെ പ്രിയപ്പെട്ട അപ്പനും അമ്മയുമായി തീരുവാൻ നമ്മുടെ കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്ക്, മക്കൾക്ക് സാധിക്കട്ടെ. അതിന് ഈ വചനം നമ്മെ സഹായിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ഒരു പൂവൻകോഴിയെ വളർത്തിയിരുന്നു. ആ പൂവൻ്റെ പേര് ചെമ്പൻ എന്നായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഈ കർഷകൻ കുറച്ചു നേരം അതിനെ സ്നേഹിച്ച് തലോടി അതിനെ കൂട് തുറന്ന് സ്വതന്ത്രമായി വിടും. എല്ലാ ദിവസവും അടുത്തുള്ള പറമ്പുകളിലേക്കൊക്കെ പോയി കൊത്തിപ്പറക്കി ധാന്യമണികൾ ശേഖരിച്ച് കഴിച്ച് ഭക്ഷിച്ച് സന്തോഷത്തോടു കൂടി ചെമ്പനും തിരികെ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങി വരും. അവൻ്റെ കൂട്ടിലേക്ക് കയറിപ്പോകും. ഇത് എന്നുമുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അങ്ങനെ കർഷകനും ചെമ്പനും സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു ദിവസം, ഒരു പ്രഭാതത്തിൽ പതിവ് പോലെ ഈ കർഷകൻ ചെമ്പനെ തുറന്നു വിടുകയാണ്. ചെമ്പനാകട്ടെ അന്ന് വളരെയേറെ വിശപ്പുള്ളതിനാൽ അന്ന് പ്രത്യേകമായിട്ട് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ലൊരു ധാന്യമണി കിട്ടിയാൽ മതിയായിരുന്നു. ഇന്നത്തെ കാര്യം കുശാലായി. അങ്ങനെ ധാന്യമണി അന്വേഷിച്ച് പറമ്പുകൾ തോറും ചെമ്പൻ നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിക്കെല്ലാം തൻ്റെ ചിറകടിച്ച് സന്തോഷത്തോടും കരയുന്നുണ്ട് അവൻ. പ്രത്യേകിച്ച് അവൻ്റെ കാലുകൊണ്ട് മണ്ണ് ഇളക്കി മാറ്റി മണ്ണിരയോ ധാന്യമണിയോ ഉണ്ടോ എന്ന് അവൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ അവൻ്റെ കാലിൽ എന്തോ തടയുന്നതായിട്ട് അവൻ അനുഭവപ്പെട്ടു. വലിയ ധാന്യമണി ആയിരിക്കും എന്ന വലിയ സന്തോഷത്തോടു കൂടി അവൻ നോക്കുമ്പോൾ കാണുന്നത് ധാന്യമണിക്ക് പകരം തിളങ്ങുന്ന എന്തോ ഒരു വസ്തുവായിരുന്നു. എന്തായിരിക്കും ചെമ്പൻ കണ്ടിട്ടുണ്ടാവുക? അവൻ്റെ കാലിൽ തടഞ്ഞ തിളങ്ങുന്ന ആ വസ്തു എന്തായിരിക്കും? കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി ആദ്യത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? റിയ. റിയ എന്ത് ചെയ്യുവാ കുഞ്ഞെ? പഠിക്കുവാണോ? ഓക്കെ. മോള് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 6-ാം ക്ലാസ്സില്. മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേട്ടൻ, അമ്മ, അപ്പ, അമ്മാമ്മ. മോളുടെ വീട് എവിടാണ്? കാട്ടാക്കടയാ അല്ലേ? മോൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുവാ അല്ലേ? ഓക്കെ. പഠിക്കാറൊക്കെ ഉണ്ടോ? ഓക്കെ, നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ വരാവേ. അതിനു മുന്നേ ചേച്ചി ആദ്യത്തെ ചോദ്യത്തിലേക്ക് കൊണ്ടുപോട്ടെ? ഓക്കെ. അപ്പൊ റിയക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പല അവയവങ്ങളാലുള്ളതാണ് എന്ത്? മനുഷ്യ ശരീരം. ഉറപ്പിക്കട്ടെ? റിയക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു ചെറിയ സംശയത്തിന്റെ ലാഞ്ചന ഉണ്ടല്ലോ. ഇല്ലില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം എങ്ങനെയാണ്? മനുഷ്യ ശരീരം. അപ്പോ റീക്കുട്ടി സന്തോഷമായില്ലേ? സിമ്പിൾ അല്ലായിരുന്നോ ചോദ്യം? അതെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് പോകാം.
അതുപോലെ പലരായ നാം ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നത് എവിടെയാണ്? ക്രിസ്തുവിൽ. കുറച്ച് വിശ്വസിക്കുന്നുണ്ടല്ലോ. ആ, ഉത്തരം ശരിയാട്ടോ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, ക്രിസ്തുവിൽ. നമ്മളെല്ലാവരും പലരായിട്ടുള്ള നമ്മളെല്ലാവരും ഒരു ശരീരം, ഒറ്റ ശരീരമായി തീരുന്നത് ക്രിസ്തുവിലാണ് അല്ലേ? ഓക്കെ. അപ്പൊ റീകുട്ടി, നമ്മളിപ്പോ 2 ചോദ്യങ്ങൾക്ക് ഉത്തരവൊക്കെ പറഞ്ഞിട്ടുണ്ട്. മോള് പാട്ടൊക്കെ പാടാറുണ്ടോ? പാട്ട് പാടാനാണോ ഇഷ്ടം, കഥ പറയാനാണോ ഇഷ്ടം? പാട്ട് പാടാൻ. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടാം അല്ലേ? ആ, പാടിക്കോ. ഹലോ ഹലോ, റിയ, ആരാ ഈ പാട്ട് പഠിപ്പിച്ചേ? പള്ളിയിൽ പാടാറുണ്ട്, കേട്ട് പഠിക്കും. പള്ളിയിൽ പാടുന്ന കേട്ട് പഠിച്ചേ അല്ലേ? ഓക്കെ, നന്നായിട്ട് പാടി കേട്ടോ. മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ പള്ളിയിലൊക്കെ? ഓക്കെ, അപ്പൊ ഗായികയാണല്ലേ? ചെറുത. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നന്നായിട്ട് പാട്ടൊക്കെ പാടിത്തന്നതിന് താങ്ക് യു കേട്ടോ. നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്. നമുക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് വ്യത്യസ്ത വരങ്ങൾ ഉള്ളത് ഏതെല്ലാമാണ്? പ്രവചനം, ശുശ്രൂഷ, ഉപദേശം, പ്രബോധനം, ദാനം, ഭരണം, കരുണം. ഇത്രയും നന്നായിട്ട് ഓർമ്മശക്തിയൊക്കെ ഉണ്ടല്ലോ. നന്നായിട്ട് ഉത്തരം പറഞ്ഞു കേട്ടോ. വെരി ഗുഡ്. ഉത്തരം ശരിയാണ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഇതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: പ്രവചനം, ശുശ്രൂഷ, ഉപദേശം, പ്രബോധനം, ദാനം, ഭരണം, കരുണ. ഇതേ ആക്റ്റീവോടുകൂടി ഇതേപോലെ ലൈവായിട്ടാണോ സ്കൂളിലുള്ളതൊക്കെ പഠിക്കുന്നേ? ആണ്. അപ്പോ എന്തായാലും ഈശോയുടെ അനുഗ്രഹം ഉണ്ടാവും കേട്ടോ. ബൈബിളൊക്കെ ഇത്രയും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുഞ്ഞല്ലേ? ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. മോൾക്ക് വചനമൊക്കെ പഠിക്കാറുണ്ടോ? വചനത്തില് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വചനം പറയാവോ? നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. സങ്കീർത്തനങ്ങൾ 91:7. 91:7. ഇത്രയും നല്ല വചനമൊക്കെ ആരാ പഠിപ്പിച്ചിരുന്നത്? ഇതും പള്ളിയിൽ കേട്ട് പഠിക്കുന്നതാണോ, അമ്മയാണോ, ആരാ പഠിപ്പിക്കുന്നേ? അമ്മാമ്മ പഠിപ്പിച്ചു. അമ്മാമ്മ പഠിപ്പിച്ചു തരും അല്ലേ? അമ്മാമ്മയ്ക്ക് ഒരു കൈ കൊടുക്കണം കേട്ടോ. താങ്ക് യു ഒക്കെ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: സ്നേഹം എങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് പൗലോസ് പറഞ്ഞത്? നിർവ്യാജമായ സ്നേഹത്തെ കുറിച്ചാണ് പൗലോസ് പറഞ്ഞത് അല്ലേ? ഓക്കെ, ഉത്തരം ശരിയാണ്, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങൾക്കും റിയക്കുട്ടി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊരു പാട്ടുപാടി വചനമൊക്കെ പങ്കുവച്ചു. സന്തോഷായില്ലേ? ഇനിയും വിളിക്കില്ലേ വചന സമീക്ഷയിലേക്ക്? ഓക്കെ മോളെ, അപ്പം നന്നായിട്ട് പഠിക്കാനൊക്കെ ഈശോ അനുഗ്രഹം തരട്ടെ കേട്ടോ. എപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കാം. ഓക്കെ കുഞ്ഞ്, താങ്ക് യു സോ മച്ച്. റിയ ആയിരുന്നു നമ്മളോടൊപ്പം കോളിലുണ്ടായിരുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരിൽ ഈ കുഞ്ഞുമക്കളും ഉണ്ട് എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. കുഞ്ഞിന് എല്ലാ അനുഗ്രഹങ്ങളും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിൽ ഉയർന്നു വരുവാനും ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ചെമ്പൻ എന്ന നമ്മുടെ പൂവൻകോഴിയുടെ കാലിൽ എന്തോ തട്ടുന്നതായിട്ട്, എന്തോ തിളങ്ങുന്ന വസ്തു തട്ടുന്നതായിട്ട് നമ്മൾ കണ്ടു. ചെമ്പനാകട്ടെ അവിടെ നിന്നു, പെട്ടെന്നൊന്ന് നിന്നു. വലിയ ധാന്യമണിയാണെന്ന് കരുതി നോക്കിയപ്പോഴാണ് അവൻ കണ്ടത് അത് തിളങ്ങുന്ന എന്തോ ഒരു വസ്തുവാണ്. അവൻ പെട്ടെന്ന് തന്നെ മണ്ണിൻ്റെ ഇടയിലേക്ക് കാലിട്ട് കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് മണ്ണിളക്കി മറിക്കുകയാണ്, ചിക്കിച്ചികഞ്ഞ് നോക്കുകയാണ്.
അപ്പോൾ അവൻ കണ്ടത് ധാന്യമണിയായിരുന്നില്ല, പകരം ഒരു രത്നമായിരുന്നു. നല്ല തിളക്കമുള്ള സൂര്യപ്രകാശത്തിൻ്റെ കിരണങ്ങൾ തട്ടി തിളങ്ങുന്ന, അല്ലെങ്കിൽ അതിൻ്റെ തിളക്കം പല വശങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന വളരെ അമൂല്യമായിട്ടുള്ള ഒരു രത്നമായിരുന്നു. ഇത് കണ്ട് ചെമ്പൻ ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട്, ഇത് കഴിച്ച് എൻ്റെ വിശപ്പടക്കാൻ സാധിക്കുകയില്ല, പിന്നെന്തിനാണ് എനിക്കിത്? ഇവൻ ആ കണ്ട മാത്രയിൽ തന്നെ ഈ രത്നത്തെ കാലുകൊണ്ട് തട്ടിമാറ്റി നടന്നു പോകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ അതുവരെയും മണ്ണിനടിയിൽ അഹങ്കാരത്തോടെ കിടന്നിരുന്ന, അല്ലെങ്കിൽ തനിക്കുള്ള വില വലുതാണ്, താൻ അമൂല്യമായ ഒന്നാണ് എന്ന് കരുതി അഹങ്കാരത്തോടെ കിടന്നിരുന്ന രത്നമാകട്ടെ ചെമ്പൻ്റെ ഈ പ്രവൃത്തിയിൽ അതിശയിച്ചു പോകുന്നു. രത്നം ചെമ്പനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ലയോ സുഹൃത്തെ, താങ്കൾക്ക് എന്നെ മനസ്സിലായില്ലേ? എൻ്റെ വില എത്രയാണെന്ന് താങ്കൾക്ക് അറിയില്ലേ? പിന്നെന്തിനാണ് എന്നെ തട്ടിമാറ്റാൻ ഒരുങ്ങുന്നത്? അല്ലെങ്കിൽ ഇത് താങ്കൾക്ക് ഉപയോഗിച്ചുകൂടെ, എന്നെ ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചെമ്പൻ എന്ന പൂവങ്കോഴി ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എൻ്റെ ആവശ്യം വിശപ്പാണ്. ഒരുപക്ഷെ ഞാനൊരു മനുഷ്യനായിരുന്നെങ്കിൽ നിങ്ങളെ എടുത്ത് ഇത് കൊണ്ടുപോയി വിറ്റ് കാശാക്കി എൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തിയേനെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്ക് ഒരു വിലയുമില്ല. എനിക്ക് താങ്കളെ കിട്ടിയിട്ട് എന്തിനാണ്? എൻ്റെ യജമാനന് കൊണ്ടുപോയി കൊടുക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനർത്ഥം താങ്കളെ അത്രയും വില കുറഞ്ഞതായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നാൽ അഹങ്കാരത്തോടെ രത്നം വീണ്ടും വാദിക്കുന്നുണ്ട്, താങ്കളുടെ യജമാനനായിരുന്നു ഒരുപക്ഷെ എന്നെ കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ എന്നെ എടുത്ത് സൂക്ഷിച്ച് ഭദ്രമായി കയ്യിലേക്ക് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയേനെ. പക്ഷേ നിങ്ങൾക്ക് എന്നെ പുച്ഛമാണ് അല്ലേ? അപ്പോൾ ഈ ചെമ്പൻ തിരിച്ചു പറയുന്നുണ്ട്, പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കളോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. മണ്ണിൽ പുതഞ്ഞു കിടക്കുകയായിരുന്നു ഇത്രയും കാലം. ആരെങ്കിലും അറിഞ്ഞോ മണ്ണിൻ്റെ കീഴെ താങ്കളുണ്ടെന്ന്? എന്നാൽ അത് എൻ്റെ കാലുകൊണ്ട് തട്ടി ആ മണ്ണ് മാറിയപ്പോഴാണ് താങ്കൾക്ക് പോലും പ്രകാശിക്കാനായത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം വിലയേറിയതായി ഞാൻ കരുതുന്നില്ല. കുറച്ച് മണ്ണുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് മണൽത്തരികൾ കൊണ്ട് താങ്കളെ മൂടിയിടാൻ കഴിയുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് അഹങ്കാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ചെമ്പൻ നടന്നു പോകുന്നു. ഇത് കേട്ട് രത്നം സ്വയം ചിന്തിക്കുന്നുണ്ട്. എന്തായിരിക്കും രത്നത്തിൻ്റെ ചിന്ത? കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി രണ്ടാമത്തെ കോളിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അങ്കമാലിയിൽ നിന്ന് അന്നമ്മ ബേബി. പേരിന് രഞ്ജിതയാണ് സംസാരിക്കുന്നത്. രഞ്ജിത സുഖായിരിക്കണോ? സുഖമായിട്ടിരിക്കുന്നു. കാലാവസ്ഥയൊക്കെയോ? കാലാവസ്ഥ ഇതെല്ലാം ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ഇവിടെ ഭയങ്കര ചൂടാ, അത് കാരണം കൊണ്ട്. ഓക്കെ, ആന്റി സുഖമായിട്ടിരിക്കുന്നോ? കൃപയാൽ സുഖമായിരിക്കണം. ദൈവകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു. കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്? കാലാവസ്ഥ ചൂട് ഒട്ടും സഹിക്കാൻ പാടില്ല. ചൂടോ? എന്താ ഇവിടെ 7 ദിവസമായി മഴ പെയ്തിട്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ. നിങ്ങള് വാർത്തയിലൊക്കെ കേക്കണ്ടാവൂലോ. അതെ അതെ, ഓക്കെ ഓക്കെ. നമ്മൾ വിചാരിച്ചു മഴയായിരിക്കും. ഓക്കെ, സാരമില്ല. ചൂട് തന്നവൻ മഴയും തരും. പിന്നെയല്ല, നമ്മൾ ഇത്ര ആക്കിയ ദൈവത്തിന് എത്രയോ കണ്ടിരിക്കുന്നു അല്ലേ ഇതൊക്കെ? പിന്നല്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കയറാം, എന്നിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാവേ. ആയിക്കോട്ടെ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇസ്രായേൽ ജനത്തിന് അസൂയ വരുത്തുവാൻ വേണ്ടി ജാതികൾക്ക് രക്ഷ വന്നതിന് കാരണം എന്താണ്? ഹലോ ആന്റി. ഓക്കെ, നോക്കൂ. ഇസ്രായേൽ ജനത്തിന് അസൂയ വരുത്തുവാൻ വേണ്ടി ജാതികൾക്ക് രക്ഷ വന്നതിന് കാരണം എന്താണ്? ഒരു ക്ലൂ തരട്ടെ? റോമ 11:11. എന്നാൽ അവർ വീഴേണ്ടതിന് ഇടയേറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരിക്കലുമല്ല, അവർക്ക് അസൂയ വരുത്തുവാൻ അവരുടെ ലംഘനം മൂലം ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. അതെ, അതാ ഉത്തരം. അപ്പോ ഉത്തരം ശരിയായിട്ട് പ്രഖ്യാപിക്കണോ വേണ്ടേ? ശരിയാക്കിക്കോ. അപ്പൊ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്, അവരുടെ ലംഘനം മൂലം. എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. അതെ, അല്ലേലും ആന്റി ബുദ്ധിമതിയാ. എന്റെ രഞ്ജിതക്ക് എന്തൊരു ബുദ്ധിമതിയാന്ന് എനിക്കറിയോ. അതെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോ ഞാൻ വിചാരിക്കാണ്, ഇതൊക്കെ എങ്ങനെ പഠിക്കണോന്ന്. ആര്? നമ്മളോ? ഓക്കെ ഓക്കെ, അത് പഠിച്ചാലേ പറ്റൂ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്. ഇസ്രായേൽ ജനത്തിന്റെ ലംഘനം ലോകത്തിന് എന്ത് വരുത്തുവാൻ കാരണമായി? ഇസ്രായേൽ ജനത്തിന്റെ ലംഘനം
ലോകത്തിന് എന്തോ ഒന്ന് വരുത്തി. എന്താണ് ആ വരുത്തിയത്? അസൂയ പറ്റുവാൻ. അസൂയ. ഓക്കെ, പക്ഷെ എന്തോ വരുത്തുവാൻ കാരണമായി. ആ ലംഘനം. ലംഘനം. ലംഘനം എന്തിനു കാരണമായി? അത് ബാക്കിയും കൂടെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ധനം. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വെച്ചുവാൻ കാരണം. അതെ, അതാണ് ഉത്തരം. ഓക്കെ. അപ്പൊ ഇതും ശരിയായി പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: ധനവും സമ്പത്തും അല്ലേ? ഓക്കെ, 2 ചോദ്യങ്ങൾ നമ്മളിപ്പോ ശരിയാക്കി. ഇനിയിപ്പോ 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു പാട്ട് പാടില്ലേ ആന്റി? പാടാലോ. പാടൂ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാൽ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, പൂക്കിയെന്റെ പാപമെല്ലാം നിന്റെ യാഗത്താൽ, നീക്കിയെന്റെ ശാപമെല്ലാം താൻ മറന്നുപോയി. താൻ വഹിച്ചതാ. അതെ, അതൊക്കെ മതി, നമുക്ക് ഇതൊക്കെ മതി. പാട്ട് പാടാനായിട്ട് നേരത്തെ ആലോചിച്ച് വെച്ചിരുന്നപ്പോ പാട്ട് ഇപ്പൊ മറന്നുപോയി. അപ്പൊ പെട്ടെന്ന് കൈ കിട്ടിയ പാട്ട് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ? അതെ, ഞാൻ ശമൂവേലിന്റെ പുസ്തകം ഇന്നലെ വായിച്ചപ്പോ അത് ഇനി എന്ന് പറയണെന്ന് വെച്ചാൽ പറയാന്ന് വിചാരിച്ചിരിക്കാന്ന്. ആണോ? ഓക്കെ, അപ്പൊ അത് നമുക്ക് അടുത്തൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് അത് പറയാം. ആയിക്കോട്ടെ. ഓക്കെ, 3ാമത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേൽ ജനത്തിന്റെ നഷ്ടം ജാതികൾക്ക് എന്ത് വരുത്തുവാൻ കാരണമായി? സമ്പത്ത് വരുത്തുവാൻ കാരണമായി. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അതെ, സോ സിമ്പിൾ. ഉത്തരം ഇങ്ങനെയാണ്: സമ്പത്ത്. ഓക്കെ, അപ്പൊ നമ്മൾ 3 ചോദ്യങ്ങൾ കഴിഞ്ഞു. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആന്റി റെഡി ആയിരിക്കുന്ന ഒരു സംഭവം ഇല്ലേ, അതങ്ങ് പറഞ്ഞാട്ടെ. 1 ശമൂവേൽ 2-ാം അധ്യായം വായിച്ചപ്പോ ഏലി പുരോഹിതൻ വന്നപ്പോ പുരോഹിതന്റെ 2 മക്കളും വാതിൽ കാവൽക്കാര് പെണ്ണുങ്ങളുടെ കൂടെ സഹിക്കലെന്ന് കണ്ടിട്ട് പുരോഹിതന് സഹിക്കില്ല. പുരോഹിതൻ പറഞ്ഞു, മനുഷ്യനോട് മനുഷ്യൻ പാപം ചെയ്താൽ യഹോവ ക്ഷമിക്കും, പക്ഷെ നിങ്ങൾ യഹോവയോട് പാപം ചെയ്താൽ യഹോവ ക്ഷമിക്കില്ല. അതുപോലെ തന്നെ പിറ്റേ ദിവസം തന്നെ ദൈവം അവരെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്ത പാപത്തിന്റെ നിങ്ങളുടെ കുടുംബത്തില് ഒരു തലമുറ ഉണ്ടാവൂല, വയസ്സായി ആരും മരിക്കില്ല, പുരുഷപ്രായം എത്രയ്ക്ക് മുമ്പ് മരിച്ചു പോകും. എത്തൊരു ശാപല്ലേ, ദൈവം എന്തൊരു ഇതാ പറഞ്ഞേ. അതെ, അപ്പൊ നമ്മൾ ബൈബിള് വായിക്കുമ്പോ നമ്മള് വിഷമിച്ചു പോവും, ചങ്ക് പൊട്ടിപ്പോവും. ഒരു പിള്ളേരെയൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ വളർത്തേണ്ട സമയത്ത് നല്ല രീതിയിൽ വളർത്തുകയും അങ്ങേർക്ക് യാഗം കഴിക്കാൻ കൊണ്ട് തന്നെ ഇറച്ചിയിൽ നല്ലതൊക്കെ യഹോവയേക്കാൾ തന്റെ മക്കളെ സ്നേഹിച്ചു ഏലി പുരോഹിതൻ. അപ്പൊ ദൈവം പറഞ്ഞതാ, നീ എന്നെക്കാളും നിന്റെ മക്കളെ മാനിച്ചില്ലേന്ന്. അപ്പൊ അത് ഇന്നലെ വായിച്ചപ്പോ നീ എന്നെങ്കിലും ബൈബിള് പറയണോന്ന് വിചാരിച്ചു. കുറച്ചും കൂടി ഒക്കെ പഠിച്ചതാ, ഇപ്പൊ പഴയ പോലെ പറയാൻ പറ്റാനില്ല. പറയണോന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതില് ആന്റി പറഞ്ഞതുപോലെ വലിയൊരു സന്ദേശം ഉണ്ടല്ലേ. നമ്മള് എന്താ പറയാ, മക്കളെയൊക്കെ വളർത്തേണ്ട പ്രായത്തില് അതേപോലെ മക്കളെ വളർത്തുന്ന. തൊട്ടടുത്ത് ഒരു ഒരു വീട്ടില് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോനുണ്ട്. അവര് കൊറേ വഴിപാടൊക്കെ നടന്നിട്ട് ഒരു മോനുണ്ടായതാ. ഈ മോൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ചാവിന് അടിമയായിട്ട് നേഴ്സിംഗ് പഠിക്കാൻ ബാംഗ്ലൂർ വിട്ടിട്ട് വന്ന് തട്ടിന്റെ മുകളിൽ ഇരിക്കാണ്. ആദ്യമേ ഇതിന് അവിടെയുള്ള പിള്ളേരൊക്കെ കപ്പ മേടിച്ച് തിന്നാൻ കാശില്ലാത്ത സമയത്ത് അതിന് പൊറോട്ടയും ചിക്കനും മേടിച്ചു കൊടുത്ത് വളർത്തിയത. അന്ന് അവര് ഒരു കുറച്ച് ശാസ്ത്രം ഉണ്ടായിരുന്നല്ലോ ആ കൊച്ചിക്കോള ചീച്ചയാവില്ല. അപ്പൊ അത് നമ്മള് മക്കളെ ബാലശിക്ഷ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അതെ, അഭ്യസിപ്പിക്കേണ്ട പ്രായത്തിൽ അഭ്യസിപ്പിക്കണം. ഓക്കെ ആന്റി, അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം കേട്ടോ വചനമായിട്ട് ചേർത്ത് ജീവിതമൊക്കെ പറഞ്ഞതില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: ജാതികളുടെ അപ്പോസ്തലനായി അറിയപ്പെട്ടത് ആരാണ്? ജാതികളുടെ അപ്പോസ്തലൻ, വിജാതിയരുടെ അപ്പോസ്തലൻ.
പൗലോസ്. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഉത്തരം ശരിയാണ്, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്, പൗലോസ്. ഇനി വചന സമീക്ഷയിലേക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്കമാലിയിൽ നിന്നും അന്നമ്മ ആൻറ്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആൻറ്റി നന്നായിട്ട് വചനത്തെക്കുറിച്ചൊക്കെ എക്സ്പ്ലനേഷൻ, ഒരു ഉപമയൊക്കെ മീൻസ് ഒരു കഥയൊക്കെ ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളോട്ട് പങ്കുവച്ചു. അത് നമ്മുടെ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു ജീവിതശൈലിയിൽ എത്രത്തോളം പ്രാധാന്യമുള്ള വചനമാണെന്നുകൂടി അല്ലെങ്കിൽ ഭാഗമാണെന്നുകൂടി നമ്മളൊന്ന് ഓർക്കണം. തീർച്ചയായിട്ടും ആൻറ്റിക്ക്, ആൻറ്റിയുടെ കുടുംബത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഈശോ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ഈ പൂവൻകോഴി ചെമ്പൻ നടന്നു പോവുകയാണ് അല്ലേ. അപ്പോൾ ഈ രത്നം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത്രയും നാൾ ഞാൻ മണ്ണിൻ്റെ അടിയിൽ കിടന്നപ്പോൾ വലിയ അഹങ്കാരത്തോടെയായിരുന്നു കിടന്നത്. എന്ന് ഈ മണ്ണ് മാറി ഞാൻ പുറത്തേക്ക് വരുന്നോ, എൻ്റെ ശോഭ മറ്റുള്ളവരിലേക്ക് പ്രകാശിക്കുന്നുവോ, അന്ന് എല്ലാവരും എന്നെ പൊന്നുപോലെ അല്ലെങ്കിൽ വലിയൊരു നിധി പോലെ എടുത്തുകൊണ്ട് പോകുമെന്നും പരിചരിക്കുമെന്നും ഒക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷേ ഈ മണ്ണിൻ്റെ അടിഭാഗം അല്ലെങ്കിൽ ഇരുട്ട് വിട്ട് പ്രകാശത്തിലേക്ക് ഞാൻ വന്നപ്പോൾ എൻ്റെ കിരണങ്ങൾ ഏറ്റിട്ട് പോലും ആ കോഴിക്ക് എന്നോട് ഒരു ദയയും തോന്നിയില്ല, അല്ലെങ്കിൽ എന്നെ ഞാനായി കണ്ടില്ല. അവൻ അഹങ്കാരത്തോടെ നടന്നു പോവുകയല്ലേ ചെയ്തത്. പക്ഷെ അപ്പോഴും ഞാനൊന്ന് ചിന്തിക്കണം, അവന് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായിരുന്നോ? ഇല്ല. അങ്ങനെയെങ്കിൽ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളുടെ കയ്യിലേക്ക് വേണം ഞാൻ പോകാൻ. ഇനിയും ഞാൻ അഹങ്കരിക്കേണ്ടത് ഒരിക്കലും ലോകത്തിൻ്റെ പ്രകാശം കാണാനല്ല, പിന്നെയോ എന്നെ അർഹിക്കുന്നവരിലേക്ക്, ഞാൻ അർഹിക്കുന്നവരുടെ കൈകളിലേക്ക് വേണം ഞാൻ പോകാൻ എന്ന് രത്നം സ്വയം ചിന്തിക്കുകയാണ്. ഏറ്റവും പ്രിയമുള്ളവരെ, പിന്നീട് അതുവഴി പലരും കടന്നുപോയി. മണ്ണിൻ്റെ അടിയിലേക്ക് പുതഞ്ഞു പോയ ഈ രത്നത്തെ ആരും കണ്ടില്ല, ആരും തിരിച്ചറിഞ്ഞില്ല. വർഷങ്ങളോളം അവൻ ആ മണ്ണിനടിയിൽ തന്നെ കിടക്കുകയാണ് ചെയ്തത്. അവൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കി അവൻ മണ്ണിൻ്റെ അടിത്തട്ടിലേക്ക് പുതഞ്ഞു പോവുകയാണ് ചെയ്തത്. ഈ കഥയുമായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ബന്ധപ്പെടുത്താനാകും. അതെങ്ങനെയാണെന്ന് കഥയുടെ അവസാനത്തിലേക്ക് നമുക്ക് മടങ്ങി വരുമ്പോൾ പറയാം. അതിനു മുൻപായി നമ്മുടെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? പന്തളത്ത് നിന്ന് ആലിസ് ആന്റി ആണല്ലേ? ഓക്കെ ആന്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒറ്റയ്ക്കേ ഉള്ളൂ? ഉള്ളൂ. ഓക്കെ ആന്റി, ജോലി ചെയ്യുവാണോ അതോ വീട്ടിൽ തന്നെയാണോ? വീട്ടിൽ തന്നെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ സന്തോഷമായിട്ടിരിക്കുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആന്റി, നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കയറിയാലോ? വായോ, ഞാനാ വിളിക്കണ്ടോ? ഓക്കെ വായോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ലോകത്തിന്റെ അനുരഞ്ജനത്തിന് കാരണമായത് എന്താണ്? എന്താ? ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ അങ്ങനെ. മലയാളത്തിന്റെ നിഘണ്ടു ഒക്കെ പുതുതായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ള പാവങ്ങൾ പെട്ടുപോകും. ഓക്കെ ആന്റി, സാറില്ല. ഉത്തരം ശരിയാട്ടോ. ഓക്കെ ഓക്കെ, ഉത്തരം ശരിയാ. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, അവരുടെ തിരസ്കാരം. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്, ഇത് വിശുദ്ധമാകുന്നുവെങ്കിൽ കൊമ്പുകളും വിശുദ്ധം തന്നെ. ഏത്? മുഴുവനും അങ്ങനെ തന്നെ. ആന്റി, ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേട്ടെ. ഇത് വിശുദ്ധമാകുന്നുവെങ്കിൽ കൊമ്പുകളും വിശുദ്ധം തന്നെ. ഏത്? വേറെ വിശുദ്ധമാകുന്നു. അതെ, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കൂ കുട്ടി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഉത്തരം ശരിയാട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്, വേര്. നമ്മൾ 2 ചോദ്യങ്ങൾ ശരിയാക്കി. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇന്ന് എന്താ, പാട്ട് പാടുവാണോ? എന്താ ചെയ്യാ? പാട്ട് പാടാം മക്കളെ. ആ, പാട്ട് പാടിക്കോ ആന്റി. കൂരിരുൾ പാതയിൽ ദീപമാ കൂത്തിനായി വാരണേ തുണയാ ഇച്ചിരി വിട്ടുനി സന്നിധോ ചേരുവാനും സമ്മാനിക്കുന്നേ വീണ്ടെടുക്കപ്പെട്ടോർ പോഷമാ തീയോനിൽ വന്നിടും വേഗമാ നിത്യസന്തോഷം പ്രാപിച്ചിടും ഓടിപ്പോ കണ്ണുനീ ദുഃഖവും
നിത്യ സന്തോഷം പ്രാപിച്ചിടും. ഓടിപ്പോം കണ്ണുനീ ദുഃഖവും ൂരിരുൾ പാതേവമാ കൂട്ടിനായി വാരണേ തുണയാ ഈ ചെടി വിട്ടു സന്നിധം ചേരുവാനും വാഞ്ചിക്കുന്നേ. ആന്റി ഹലോ. ഹലോ, നന്നായിട്ട് പാടിയല്ലോ. ആ സംസാരിക്കുമ്പോ ഒരു സൗണ്ട്, പാടുമ്പോ വേറൊരു സൗണ്ട്, അതായത് ഗായികയാണല്ലേ? ഓക്കെ, അപ്പോ ഇനി ഇതുപോലെ ഒരുപാട് പാട്ടുകൾ പാടാൻ പറ്റട്ടെ കേട്ടോ. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: നല്ല കൊമ്പുകളിൽ ചിലത് മുറിച്ചു മാറ്റിയിട്ട് എന്തായിരുന്ന നിന്നെയാണ് അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തത്? കാട്ടലിന്റെ ചില്ലയായ. അതെ, സംശയമൊന്നും വേണ്ട, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: കാട്ടൊലിവിന്റെ ചില്ല. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കയറിയാലോ? ചോദ്യം ഇതാണ്: വേര് വിശുദ്ധമാകുന്നുവെങ്കിൽ വേറെ ഏതും വിശുദ്ധമാകും. വേര് വിശുദ്ധമാകുകയാണെങ്കിൽ എന്താ വിശുദ്ധമാകുക? ഫലം. ഓക്കെ, ഫലം നിൽക്കുന്ന ഒരു സ്ഥലമാണ്. വേര് വിശുദ്ധമാകുന്നെങ്കിൽ അത് മുകളിലോട്ട് വളർന്ന് അതിൽ എന്തൊക്കെ ഉണ്ടാകും? അപ്പൊ അതിലുള്ള ഒന്നാണ്. ഒലിവുമരത്തിന്റെ സമ്പന്നതയ്ക്കും ഫലപ്രദമായ പങ്കാളിയാക്കി. ഒരു ക്ലൂ തരാം. റോമർ 11-ാം അധ്യായം 16-ാം വാക്യം. വേര് പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ. എന്തോ? പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ. വേര് വിശുദ്ധമാകുന്നെങ്കിൽ വേറെ ഏതാ വിശുദ്ധമാകുക? അപ്പോ പിണ്ടം മുഴുവനും. ചില്ലയാണോ? ഭാഗം വിശുദ്ധമാകുന്നുവെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ. ഓക്കെ, അത് ശരി ഉത്തരമാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്. ബൈബിളിലെ വേർഡിങ്സിലെ വ്യത്യാസമാണ്. കൊമ്പുകളും വിശുദ്ധമാകും. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങളും നമ്മളിപ്പോ ശരി ഉത്തരമാക്കിയിട്ടുണ്ട്. നന്നായിട്ടൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. ആന്റി ഹാപ്പി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കാം കേട്ടോ. ഓക്കെ ആന്റി, താങ്ക് യു. ആലീസ് ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആന്റി വളരെ നന്നായിട്ട് ഉത്തരങ്ങളൊക്കെ പറഞ്ഞു, നന്നായിട്ടൊരു പാട്ടൊക്കെ പാടി. അപ്പോൾ തീർച്ചയായിട്ടും ആന്റിക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈശോ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്ക്, ഇന്നത്തെ അധ്യായത്തിൻ്റെ അന്ത്യത്തിലേക്ക് മടങ്ങി വരാം. ഈ രത്നത്തിൻ്റെ ചിന്ത നമ്മളിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ് അല്ലേ? ഒരു പക്ഷേ എന്നെ കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം, അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ എനിക്ക് നല്ല സ്വീകാര്യത കിട്ടും, അല്ലെങ്കിൽ എനിക്ക് രാജകീയമായിട്ടുള്ള വരവേൽപ്പുണ്ടാകും, എന്നെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാകും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളോടുകൂടി നമ്മൾ പലപ്പോഴും പല യാത്രകളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ യാത്രകളുടെ ഫലം എന്നത് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു സ്വീകാര്യതയിലൂടെ ആയിരിക്കണം എന്നില്ല. പലപ്പോഴും വേദനയോടെ, വിഷമത്തോടെ നമ്മുടെ പ്രിയപ്പെട്ടവർ പോലും നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് പല അവസരങ്ങളിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം. പല വേദനകളുടെ സമയങ്ങളിലും എന്തുകൊണ്ട് അവർ നമ്മളെ അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വേദനകളിൽ എന്തുകൊണ്ട് പങ്കുകാരാകുന്നില്ല, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ചോദ്യത്തിന് വേണ്ടി പോലും പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളും ചിന്തകളും ഒക്കെ ഉള്ളതാണ് മനുഷ്യജീവിതം. പക്ഷേ പലപ്പോഴും ലഭിക്കുന്ന മറുപടി അല്ലെങ്കിൽ ലഭിക്കുന്ന സാഹചര്യങ്ങൾ എന്നത് ഇതിൽ നിന്നൊക്കെ വിരുദ്ധമാകാം. ഏറ്റവും പ്രിയമുള്ളവരെ, ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയില്ല. ആ കോഴിയുടെ ജീവിതത്തിൽ രത്നത്തിന് ഒരു പ്രാധാന്യവും ഇല്ലായിരുന്നു. ചെമ്പൻ എന്ന കോഴിയെ സംബന്ധിച്ചിടത്തോളം ധാന്യമണിക്കായിരുന്നു അവൻ വില നൽകിയത്. അങ്ങനെ തന്നെയാണ് മനുഷ്യരുടെ ജീവിതവും. പലരുടെയും ജീവിതത്തിൽ നമ്മൾ പല കഥാപാത്രങ്ങളായി നിറഞ്ഞാടുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ നമുക്കുള്ള സ്ഥാനം എന്താണെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെന്നില്ല. പക്ഷേ എങ്കിലും എന്ത് സാഹചര്യം ഉണ്ടായാലും, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും മറ്റുള്ളവൻ്റെ ദുഃഖത്തോട് ഒപ്പം ചേരുവാൻ നമ്മൾ കാണിക്കുന്ന മനസ്സിനാണ് മറ്റുള്ളവർ വിലയിടുക, സ്വർഗവും വിലയിടുക. അങ്ങനെയെങ്കിൽ സ്വയം ഉയരാൻ ശ്രമിക്കാതെ എപ്പോഴും വിനയത്തോടുകൂടി താഴ്മയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളവരെ ഒരിക്കലും തള്ളിക്കളയാതെ, മറ്റുള്ളവരെ ചവിട്ടിക്കളയാതെ, മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ധാന്യമണികളാക്കി കണക്കാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നല്ല ധാന്യമണികൾ ആകുവാനും ആയിത്തീരുവാനും മറ്റുള്ളവരെ ധാന്യമണികളാക്കുവാനും
നമ്മുടെ ജീവിതത്തിന് സാധിക്കുമെങ്കിൽ അതിനോളം മഹത്വമായ എന്താണുള്ളത്? അതിന് ഈ കഥ നമ്മെ സഹായിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.